ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ചക്കക്കുരു മുരിങ്ങാക്കായ കൊണ്ട് കറി വയ്ക്കുക. അതിനാവശ്യമായ സാധനങ്ങളാണിവ. മുരിങ്ങാക്കായ 4 എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ്. ഇത്രയും ചക്കക്കുരു തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. തൊലിയാണിത്. ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചവറ് എന്ന് പറയും ഞങ്ങൾ. അത് കളയാതെ ഇരിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. അതുകൊണ്ടത് മുഴുവനായും കളഞ്ഞിട്ടില്ല. ഇത്രയും ഞങ്ങൾ കളയലില്ല. വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു വൃത്തി വേണ്ടതെന്ന് വിചാരിച്ച് കുറച്ചൊക്കെ ഞാൻ കളഞ്ഞതാണ്. വീഡിയോ എടുക്കാത്തപ്പോൾ ഇത്രയും കളയാറില്ല. പിന്നെ 4 തക്കാളി ചെറുതെടുത്തിട്ടുണ്ട്. 4-5 പച്ചമുളകും 4-5 വെളുത്തുള്ളി അതിലിട്ട് വേവിക്കാൻ, ഗ്യാസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ ചക്കക്കുരുവിൻ്റെ കൂട്ടത്തിലിടാനാണ് ഉള്ളതാണിത്. പിന്നെ ഈ മുരിങ്ങാക്കായ അതിൻ്റെ ആര് കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുക്കണം. പിന്നെ കല്ലുപ്പാണ്, മഞ്ഞൾപ്പൊടിയാണ്, ചെറിയുള്ളി അരക്കാൻ, തേങ്ങയിലിട്ട് അരക്കാനുള്ള ചെറിയുള്ളിയും 2 വെളുത്തുള്ളിയും ഉണ്ട്. വെളുത്തുള്ളിൻ്റെ അല്ലിയുണ്ട് അതിൽ. ഒരു മുറി തേങ്ങ, ഒരു തേങ്ങയുടെ പകുതി ചെറുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കഷ്ണങ്ങളാക്കിയെടുത്ത് പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുക്കണം. ചക്കക്കുരു ആദ്യം വേവിച്ചെടുക്കണം. ചക്കക്കുരും വെളുത്തുള്ളിയും ഇട്ടിട്ട് ആദ്യം വേവിച്ചെടുക്കും. അതിനുവേണ്ടി ആ ചക്കക്കുരു ഒക്കെ ഒന്ന് കഷ്ണങ്ങളാക്കി എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ചക്കക്കുരുവൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത് പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ചക്കക്കുരു വേവുന്നതിന് ആവശ്യമായ വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ വെളുത്തുള്ളിയുടെ അല്ലിയും അതിൽ തന്നെ ഉണ്ട്. ഇനി നമുക്ക് കുക്കറടച്ച് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. അത് വെന്ത് കിട്ടുമ്പോഴേക്കും ഇനി ഇതെല്ലാം കഷ്ണങ്ങളാക്കി എടുക്കാം. തക്കാളി, പച്ചമുളക്, മുരിങ്ങക്ക എന്നിവ കഷ്ണങ്ങളാക്കി എടുക്കുക. ഞാൻ എടുത്ത് വെച്ചപ്പോൾ എടുക്കാൻ മറന്നിരുന്നു. ഞാൻ മറന്ന സാധനമാണിത്. ചെറിയ ജീരകം തേങ്ങ അരക്കുമ്പോൾ ഇട്ട് കൊടുക്കേണ്ടിയിരുന്നു. അത് ഇനി അതിട്ടുകൊണ്ട് ഒന്നുകൂടെ അരച്ചു കൊടുക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് കുത്തി വെക്കാൻ വേണ്ടി ഒന്ന് കുത്തി അടിച്ചു കൊടുക്കുക. പരിപ്പ് വെച്ചതുപോലെ ആവും. അതിൻ്റെ ചവറും നല്ലോണം കളഞ്ഞിട്ടാണെങ്കിൽ പരിപ്പ് വെന്ത പോലെ തന്നെ ഉടച്ചെടുക്കാം നമുക്ക്. പക്ഷേ പച്ച ഉടച്ചെടുക്കണ്ട. ചക്കക്കുരു അതിൽ ഉണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പം നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ച ഉപ്പും മഞ്ഞളും പച്ചമുളകും തക്കാളിയും ഇട്ട് കൊടുക്കാം. ഇനി കഷ്ണങ്ങളാക്കി, തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി കഴുകിയെടുത്ത മുരിങ്ങാക്കായും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുക്കറടച്ച് വേവിച്ച് കൊടുക്കുക. അത് വേവുന്നതിന് ആവശ്യമായ വെള്ളം അതിലുണ്ട്. ഇത്ര വെള്ളം മതി. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. എല്ലാം വെന്ത് കഴിഞ്ഞു. തേങ്ങയും ജീരകവും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും അതിൽ മിക്സായിരുന്നു. അതും കൂടെ അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി അതൊന്ന് ചെറുതായിട്ട് ചൂടായി എടുത്ത് കടുക് പൊട്ടിച്ചെടുക്കാം. തൊലിയൊക്കെ കളഞ്ഞെടുത്തതാണ്. തൊലിയാണിത്, ഇങ്ങനെ കളഞ്ഞതാണ്. തേങ്ങ അരച്ചതൊക്കെ ഒഴിച്ച് കള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റി കടുക് വറുക്കാനുള്ള ഇതായിട്ടുണ്ട്. ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഇപ്പം നമ്മുടെ
കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായ മുരിങ്ങാക്കായ് ചക്കക്കുരു കറിയാണ്. ഇനി ഇളക്കിയൊന്നും കൊടുക്കാതെ തന്നെ അങ്ങനെ ഇരിക്കട്ടെ. ഇരുന്ന് ടേസ്റ്റ് കൂടുന്ന കറികളൊക്കെ വെച്ച് ഉടനെ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ വെച്ച് ചൂടൊക്കെ കുറഞ്ഞ് വരുന്ന ആ സമയത്തായിരിക്കും കറി കൂട്ടാൻ ടേസ്റ്റ് കൂടുക. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതിൻ്റെ ഇടയിൽ ബെല്ലൈക്കൻ അമർത്തി ഹോളെന്ന ഓപ്ഷൻ അമർത്തി ഒന്ന് ലൈക്ക് കൂടെ തരാൻ മറക്കരുതേ. വീണ്ടും ഒരു വീഡിയോയുമായി വരാം ഇൻഷാ അല്ലാഹ്.